never slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this. Hi guys, welcome back. Artless boyയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താ വെച്ചാൽ കുറേ പേര്, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നമ്മുടെ ഇഷ്ടംമാതിരി പേര് നമ്മുടെ ചോദിച്ചൊരു കാര്യമാണ് ഐഫോണിൻ്റെ ഡ്രാമാറ്റിക് വാമിൻ്റെ ഒരു ഫിൽറ്റർ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ഇടുമെന്ന് കുറേ പേര് നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക്. അപ്പോൾ ഇതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് ഓടുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് നമുക്ക് ആ ഫിൽറ്റർ ഉള്ളത്. അപ്പോൾ നമുക്കത് ഫോട്ടോസിലേക്ക് അങ്ങനെ ആഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഈ ഫിൽറ്ററിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ടെലഗ്രാമിൽ കയറിയ ഡയറക്റ്റ് ഈ ഫിൽറ്റർ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫിൽറ്റർ സേവ് ചെയ്യാച്ച് നിങ്ങളുടെ ഫോട്ടോസ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ മേലെ ഫിൽറ്റർ ഓപ്ഷനിൽ സജസ്റ്റ് ആയിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാലറിക്ക് സേവ് ആകുമ്പോൾ വീഡിയോ ഫോർമാറ്റിലാണ് സേവ് ചെയ്യുക. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി ഡിമ്മാവും. അപ്പോൾ നമുക്ക് അതിനെ ക്ലാരിറ്റി കൂട്ടാമെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എന്നാലും നമുക്ക് ക്ലാരിറ്റി മാറ്റണമെന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷനിൽ കയറിയിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ക്ലാരിറ്റി അതേമാതിരി ബ്രൈറ്റ്നസ്സും കുറച്ച് ഡിമ്മായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ലൈറ്റ് റൂം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. കറക്റ്റ് നമ്മുടെ ഫിൽറ്ററിൻ്റെ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം റിനിമി ആപ്പാണ് നമ്മൾ ക്ലാരിറ്റി കൂട്ടാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. മാക്സിമം ഒരു ദിവസം 5 ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് അതിൽ ക്ലാരിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടയിൽ ടാസ്ക് വരും. അപ്പോൾ ഒരു പരസ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതിൽ കയറിയിട്ട് ജസ്റ്റ് ഫോട്ടോ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി മാറുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിനുശേഷം ജസ്റ്റ് മേലെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആവുമെന്ന് നിങ്ങൾക്ക് കാണും. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൂഫ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐഫോണിൽ ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഐഫോണിലെ ഫിൽറ്ററും ഇതും തമ്മിലാണല്ലോ നമ്മൾ മാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫോട്ടോസ് രണ്ടും എൻ്റെ ഐഫോണിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും വാട്സപ്പ് വഴി വന്നേക്കുന്നതാണ് എന്ന്. അപ്പോൾ ജസ്റ്റ് അവിടെ കാണാൻ നിങ്ങൾക്ക് ഇപ്പോൾ അല്ലാതെ നമ്മളിപ്പോൾ ഇതിൽ ഫിൽറ്റർ ഇട്ടിട്ടില്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ റിനിമിന്ന് ക്ലാരിറ്റി കിട്ടിയതാണ്. അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരാം. അതിൻ്റെ ഏറ്റവും മേലെ നമുക്ക് എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്ററിൽ ഓപ്ഷനിൽ കയറി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഐഫോണിലത്തെ ഫിൽറ്റർ. അപ്പോൾ ഇത് രണ്ടും ഞാൻ പറയുന്നത് ബ്രൈറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കുറവുണ്ടാവും. അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സ്ക്രീൻഷോട്ട് എടുക്കുന്ന കാരണമാണ്, അല്ലാതെ നമുക്ക് നോർമലായിട്ട് സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടാണ് നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതേമാതിരി നിങ്ങളുടെ ഫോട്ടോസ് വിൻറ്റേജ് സ്റ്റൈൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റിനിമി ഉപയോഗിക്കാനും അതേമാതിരി ഇത് രണ്ടും യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സെറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഫിൽറ്ററും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് ഇത്രയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതേമാതിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനാണ് എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാമിൽ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ജോയിൻ ആവാൻ തന്നെ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ജോയിൻ ആവുക. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.